പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് വിവാഹശേഷം സ്ത്രീകൾക്ക് ശരീരവണ്ണം കൂടുകയും മാറിടത്തിന്റെ വലിപ്പം കൂടുകയും ഒക്കെ ചെയ്യാറുണ്ട് എന്നത് അല്ലേ? എന്തായിരിക്കും അതിന് കാരണം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഉറപ്പായും പലരും ചിന്തിച്ചിട്ടുണ്ടാകും. എന്തുകൊണ്ടാണ് വിവാഹശേഷവും പ്രസവശേഷവും ഒക്കെ ഇത്രത്തോളം ശാരീരിക മാറ്റങ്ങൾ സ്ത്രീകൾക്ക് വരുന്നു എന്ന്? മറ്റൊന്നുമല്ല ഇതിന് കാരണം. ഹോർമോൺ ചേഞ്ചുകളാണ് ഇതിന് പിന്നിൽ. വിവാഹശേഷം ശരീരവണ്ണം കൂടുന്നതിൻ്റെയും മാറിടത്തിൻ്റെയും മറ്റും വലിപ്പം കൂടുന്നതിൻ്റെയും കാരണം എന്ന് പറഞ്ഞാൽ സന്തോഷത്തിന്റെ ഹോർമോണാണ്. സന്തോഷത്തിന്റെ ഹോർമോൺ നമ്മളിൽ ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ ആണ് അത്. ആ ഹോർമോൺ നമ്മുടെ സ്ത്രീകളുടെ ശരീരത്തിൽ അത് നല്ലപോലെ ഉണ്ടാകാൻ തുടങ്ങും. വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ എന്താണെങ്കിലും ഒരു സ്ത്രീ അതീവ സന്തോഷവതിയായിരിക്കും. പ്രസവശേഷമാണ് അല്ലെങ്കിൽ ഗർഭിണിയാകുന്നത് മുതലാണ് ഒരു സ്ത്രീയുടെ ശരീരത്തിന് ഏറ്റവും വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. നമ്മുടെ ശരീരം ചിലപ്പോൾ കറുക്കും, ചിലപ്പോൾ സ്ട്രെച്ച് മാർക്കുകൾ വരും. ഇതെല്ലാം സാധാരണമാണ്. പ്രസവശേഷം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. വലിയ വലിയ മാറ്റങ്ങൾ തന്നെയാണ്. ഓരോ സ്ത്രീക്കും ആ മാറ്റങ്ങൾ വലിയ രീതിയിൽ നമുക്ക് പ്രകടമാവുകയും തന്നെ ചെയ്യും. ചിലപ്പോൾ നമ്മുടെ ശരീരം ഭയങ്കരമായി കറുക്കാറുണ്ട്, ഭയങ്കരമായി വണ്ണം വയ്ക്കാറുണ്ട്, ശരീരത്തിൽ സ്ട്രെച്ച് മാർക്കുകൾ വരാറുണ്ട്, നീര് വരാറുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് സംഭവിക്കും. പ്രസവാനന്തരമുള്ള ശരീരഭാരം കൂടൽ, പോസ്റ്റ്പാർട്ടം വെയിറ്റ് ഗെയിൻ വളരെ സാധാരണമാണ്. ഹോർമോൺ മാറ്റങ്ങൾ, ഉറക്കക്കുറവ്, കുഞ്ഞിന്റെ പരിചരണവും സമ്മർദ്ദവും, വ്യായാമത്തിന്റെ കുറവ്, പോഷക സമൃദ്ധമായ എന്നാൽ ഉയർന്ന കലോറിയിലുള്ള ആഹാരം എന്നിവയാണ് പ്രധാന കാരണങ്ങൾ. പ്രസവശേഷം വണ്ണം കൂടുന്നതിന്റെ പ്രധാന കാരണങ്ങളിൽ ആദ്യം പറയുന്നത് ഹോർമോൺ മാറ്റങ്ങൾ തന്നെയാണ്. പ്രസവ സമയത്ത് ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നിവയുടെ അളവിൽ വലിയ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു. ഇത് ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ ഇടയാക്കുന്നു. കുഞ്ഞിനെ പരിചരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉറക്കം നഷ്ടപ്പെടുന്നത് ശരീരത്തിന്റെ മെറ്റബോളിസത്തെ മന്ദീഭവിപ്പിക്കുകയും വിശപ്പ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. പുതിയ ജീവിതശൈലി ഉണ്ടാക്കുന്ന സമ്മർദ്ദം ശരീരത്തിലെ കോർട്ടിസോൾ ഹോർമോണിന്റെ അളവ് കൂട്ടുന്നു. ഇത് അമിതമായി ഭക്ഷണം കഴിക്കാൻ പ്രേരിപ്പിക്കും. ശരീരത്തിന്റെ ഊർജ ഉപയോഗത്തിൽ വരുന്ന മാറ്റങ്ങൾ കൊഴുപ്പ് എളുപ്പത്തിൽ കത്തിച്ചു കളയാൻ തടസ്സമാകും. ചില സ്ത്രീകളിൽ പ്രസവശേഷം തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളിൽ മാറ്റം വരുന്നത് ശരീരഭാരം വർദ്ധിപ്പിക്കും. കുഞ്ഞിന്റെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുമ്പോൾ അമ്മമാർക്ക് സ്വന്തം ആരോഗ്യത്തിൽ ശ്രദ്ധിക്കാനും കൃത്യസമയത്ത് വ്യായാമം ചെയ്യാനും സാധിക്കാതെ വരുന്നു. ആരോഗ്യകരമായ ഭക്ഷണക്രമവും ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങളും വഴി ശരീരത്തിന്റെ വണ്ണം, പ്രസവശേഷമുള്ള വണ്ണം നമുക്ക് ഒരു പരിധിവരെ നിയന്ത്രിക്കാനും സാധിക്കും. പ്രസവശേഷം നമ്മുടെ ശരീരം, അതായത് നമ്മൾ കുഞ്ഞിനെ പ്രസവിക്കുന്നതിന് മുൻപ് തന്നെ ചിലപ്പോൾ ചില സ്ത്രീകളിൽ ബ്രസ്റ്റിൽ നിന്ന്, മാറിടത്തിൽ നിന്ന് ഒരു തരത്തിലുള്ള ദ്രാവകം വരാറുണ്ട്. മഞ്ഞ നിറത്തിലുള്ള ഒരു ദ്രാവകം വരാറുണ്ട്. അതാണ് കോർട്ടിസോൾ എന്ന് പറയുന്നത്. അതാണ് കുഞ്ഞിന് ആദ്യത്തെ 3 ദിവസം നിർബന്ധമായും നമ്മൾ കൊടുക്കേണ്ടത്. കുഞ്ഞിനെ പരിചരിക്കുമ്പോൾ പ്രസവത്തിന് മുൻപ് തന്നെ നമ്മുടെ മാറിടങ്ങൾക്ക് വലുപ്പം വർദ്ധിക്കും. കാരണം നമ്മൾ കുഞ്ഞിനെ പാല് കൊടുക്കാൻ വേണ്ടി നമ്മുടെ ശരീരം, കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ വേണ്ടി ശരീരം തയ്യാറെടുക്കുന്നതാണ് അത്. നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും കുഞ്ഞിനെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി തയ്യാറാകുന്ന ഒരു പ്രക്രിയ തന്നെയാണ് അത്. അതിനുശേഷം കുഞ്ഞിന് മുലപ്പാൽ കൊടുത്തു തുടങ്ങിയതിനു ശേഷം മുലപ്പാലിന്റെ കൂടുതലായുള്ള ഉൽപാദനവും കുഞ്ഞ് കൂടുതലായി പാല് കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളുമാണ് ശരീരത്തിൽ ബ്രസ്റ്റിന് ഉണ്ടാകുന്നത്.